പെൻഷൻകാരുടെ സുവർണകാലം വരുന്നു, അല്ലെങ്കിൽ സുവർണകാലം ആക്കേണ്ടതുണ്ട്. ആരാണ് പെൻഷൻകാർ? പെൻഷൻകാരും നാട്ടിൽ തെങ്ങിൽ കയറുന്ന ആളും, അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവറും, ബസ് ഡ്രൈവറും, അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന കർഷകനും, വീട്ടിൽ ജോലി ചെയ്യുന്ന വനിതയും എല്ലാവരും സീനിയർ സിറ്റിസന്മാരാകുമ്പോൾ അവരെ നമ്മൾ വിളിക്കുന്നത്, അവരെ കണക്കാക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി എന്നാണ്. ലിവിങ് യൂണിവേഴ്സിറ്റിയാണ് പ്രായമായവർ. എന്തെന്നാൽ അവർ വിദ്യാഭ്യാസം നേടിയവരാണ്. അവരെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടിയവരാണ് ജോലിക്ക് പോയിരിക്കുന്നവർ. അവരിൽ നല്ല വിവരമുണ്ട്, അനുഭവജ്ഞാനമുണ്ട്. വിവരമുണ്ട്, അനുഭവജ്ഞാനമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, ഏതെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, വിദ്യാഭ്യാസ നോളജുണ്ട്. ഇങ്ങനെയുള്ളവരുടെ സേവനം പ്രയോജനപ്പെടുത്തുക എന്ന പരിപാടികളാണ് വരാൻ പോകുന്നത്. അങ്ങനെ ഒരു സിൽവർ എക്കോണമിയിലേക്ക് നമ്മൾ പോവുകയാണ്. സമുദ്ര മിഷൻ വരുന്നു, ബ്ലൂ എക്കോണമിയിലേക്ക് പോകുന്നു. സമുദ്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ സമുദ്രത്തെ നന്നായി പ്രയോജനപ്പെടുത്തുന്ന, തുറമുഖങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന സമുദ്ര മിഷൻ വരുന്നു. അതൊരു വശത്ത് വരുന്നുണ്ട്. ഇത് വളരെ കൃത്യമായ മറ്റൊരു മിഷനാണ് വയോജന വകുപ്പുമായി ബന്ധപ്പെടുത്തി വരുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും ഹ്യൂമൻ റിസോഴ്സ് സീനിയർ സിറ്റിസൺസ് ബാങ്ക് ഉണ്ടാക്കണം. അതിനൊരു പൂൾ ഉണ്ടാക്കണം. ആ ബാങ്കിലേക്ക് ആ നാട്ടിലെ എക്സ്പീരിയൻസ്ഡ് ആളുകൾ ഒരു ഫോർമാറ്റ് വെച്ച്, എക്സ്പീരിയൻസ്ഡ് ആളുകൾ, റിട്ടയർ ആയവർ, കഴിവുള്ളവർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, സയൻറ്റിസ്റ്റുമാർ, അങ്ങനെ തുടങ്ങിയ വളരെ എഫിഷ്യൻ്റായിട്ട് ആളുകളുടെ ഒരു കോമൺ പൂൾ ഉണ്ടാക്കണം. അവരുടെ സേവനം നന്നായി പ്രയോജനപ്പെടുത്തണം. അല്ല സീനിയർ സിറ്റിസന്മാർക്ക് കുറച്ച് ഭക്ഷണവും ആഹാരവും വസ്ത്രവും കുറച്ച് മരുന്നും ഒക്കെ കൊടുത്ത് BP ഷുഗറും ഒക്കെ പരിശോധിച്ച് വീട്ടിൽ കിടന്ന് ടി വിയിൽ റിമോട്ട് ഇട്ടടിച്ച് ടി വിയിലോ അല്ലെങ്കിൽ വാട്സപ്പിൽ വരുന്ന അലമ്പ് മെസ്സേജുകളും കണ്ടിരിക്കാനുള്ളവരല്ല. അവർക്ക് താല്പര്യവുമില്ല. അതുകൊണ്ട് അവരെ കൃത്യമായി ഈ സിസ്റ്റവുമായി കോപ്പപ്പ് ചെയ്യുന്ന, സിസ്റ്റവുമായി ബന്ധിപ്പിക്കുന്ന, കോറലേറ്റ് ചെയ്യുന്ന പരിപാടികൾ വരാൻ പോകുന്നു എന്നാണ് വിസ്മയമായി നമ്മൾ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മനോഹരമാണ്. ഓരോ പഞ്ചായത്തെടുത്താൽ പഞ്ചായത്തിലും വാർഡിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിലും താല്പര്യമുള്ള എല്ലാവരെയും ബന്ധിപ്പിക്കാൻ കഴിയും. അവർക്ക് വലിയ പണമൊന്നും കൊടുക്കണ്ട. വെറുതെ വീട്ടിലിരിക്കുന്നവരാണ്. അത്യാവശ്യം ചിലപ്പോൾ വാഹനം അയച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരെ വീട്ടിൽ പോയിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. സിമ്പിളല്ലേ? അതുകൊണ്ട് ഒരു സിൽവർ എക്കോണമിയെക്കുറിച്ചും സീനിയർ സിറ്റിസൺസിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഗവൺമെൻറ് സീരിയസ് ആയി ആലോചിക്കുന്നു. അതുകൊണ്ട് പെൻഷൻകാർ ജാഗ്രതയായി, നിങ്ങൾക്ക് നല്ല തൊഴിലവസരങ്ങൾ വരുന്നു. പിന്നെ ഇത് പെൻഷൻ പറ്റിയവർ, ആരോഗ്യമുള്ളവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇനി ആരോഗ്യമുണ്ടായിരിക്കണമെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ എൻഗേജ്ഡായ കൂടുതൽ ആരോഗ്യമുണ്ടായിരിക്കും. അതുകൊണ്ട് കേരള സ്റ്റേറ്റ് പെൻഷൻകാരുടെയും സെൻട്രൽ പെൻഷൻകാരുടെയും സംഘടനകൾ നിങ്ങൾ ഗവൺമെൻറ്റിനെ സമീപിക്കണം. സമീപിച്ച് ഇവിടെ വളരെ പോസിറ്റീവായൊരു സൊസൈറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. രാഷ്ട്രീയമൊക്കെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയമെല്ലാം കഴിഞ്ഞു. വളരെ പോസിറ്റീവായൊരു സൊസൈറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ സേവനം ഗ്രാമപഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അതുപോലെ തന്നെ കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾക്കും കൊടുക്കാനുള്ള അഡ്വൈസറി ബോർഡുകളായിട്ടും അതുപോലെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ടും നിങ്ങൾക്ക് നിൽക്കാം. പക്ഷേ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ജനകീയാസൂത്രണം വന്നപ്പോൾ BLTC DLTC എന്നൊക്കെ പറഞ്ഞ് അവസാനം പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഈ BLTC DLTC അംഗങ്ങളുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ സാഷ്ടാംഗം കൂപ്പി നിൽക്കുന്ന ഒരവസ്ഥ ചിലയിടത്തെങ്കിലും ഉണ്ടായതുകൊണ്ടാണ് ശക്തമായ എതിർപ്പ് BLTCക്കും DLTCക്കും എതിരെയൊക്കെ ഡിസ്ട്രിക്ട് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റിക്കും ബ്ലോക്ക് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റിക്കും വന്നത്. മാത്രമല്ല പല സ്ഥലങ്ങളിലും ബ്ലോക്ക് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റിയിൽ കയറി കൂടിയത് ഒരു ടെക്നിക്കും അറിയാത്ത, യാതൊരു ടെക്നിക്കലും ഇല്ലാത്ത പാർട്ടിക്ക് കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് ബ്ലോക്ക് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് കയറിപ്പറ്റി അവസാനം പഞ്ചായത്തിനവർ ബാധ്യതയായി മാറിയിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളിൽ ഭംഗിയായി നടന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഇത് വളരെ കൃത്യമായി പരീക്ഷിക്കേണ്ട ഒരു മേഖലയാണ്. കൃത്യമായി നമ്മൾ നോക്കണം. തീർച്ചയായിട്ടും റിട്ടയർ ആയിട്ടുള്ളവരെയും അനുഭവ സമ്പത്തുള്ളവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ലിവിങ് യൂണിവേഴ്സിറ്റികളാണ്. അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്ന ഒരു സിൽവർ എക്കോണമിക്കുള്ള ഒരു ബഡ്ജറ്റാണ് വരുന്നത്. അതുകൊണ്ട് പെൻഷൻകാർ ആഹ്ലാദിക്കാം, നിങ്ങൾക്ക് സന്തോഷിക്കാം. കൂടുതൽ നിങ്ങളുടെ സേവനം സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും
ഓരോ സമയം കൂടുന്തോറും അറിവ് കൂടുതൽ കിട്ടുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായി സേവനം ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് പ്രയോജനപ്പെടുത്തുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള സന്നാഹങ്ങൾ ഒരുക്കേണ്ടത്, സാഹചര്യം ഒരുക്കേണ്ടത് ഇതിൻ്റെ ബന്ധപ്പെട്ട സംഘടനകളും ആളുകളും കൂടിയാണ്. അതുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.